ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞായറാഴ്ച ആണല്ലോ സാധാരണ കല്യാണം, പാല് കാച്ച്, മൂവി ഡേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരിക. അപ്പോൾ ഇന്ന് എനിക്ക് സൺഡേ ആയിട്ട് യാതൊരു പരിപാടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഇവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞു, പക്ഷെ മഞ്ഞൊന്നും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല കേട്ടോ. എല്ലാം ഇങ്ങനെ പോയി വരുന്നതേ ഉള്ളൂ. സൺഡേ പൊതുവെ മിക്ക ആൾക്കാർക്കും ഒരു ലേസി ഡേ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും ഇന്ന് ഞായറാഴ്ചയായിട്ട് നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരുമ്പോഴത്തേനും ഉച്ചയാകും, ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഈവനിങ് ആവും. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മധുരക്കിഴങ്ങ് ഇങ്ങനെ പടന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കിഴങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ കുറച്ച് കപ്പയും കിട്ടിയിട്ടുണ്ട്. അപ്പം കപ്പയും കിഴങ്ങും ഇട്ടിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. സൂപ്പർ. ഇത്ര ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നോ? ഇതേ നല്ല ഷേപ്പുള്ളൊരു മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതിനെ കാണുമ്പോൾ ഒരു മധുര ഗണപതിൻ്റെ കണക്കൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് വെള്ള കളറിലുള്ള മധുരക്കിഴങ്ങാണ്. നമുക്കിവിടെ പർപ്പിളും ഓറഞ്ച് കളറിലും കൂടെയുള്ള മധുരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പർപ്പിൾ മധുരക്കിഴങ്ങ് ഓൾറെഡി പറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ അതേ കാണിക്കാനെടുത്തപ്പോഴത്തേനും പിങ്കി ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവളീ കാണിക്കുന്നതാണ് കേട്ടോ പർപ്പിൾ കളറിലുള്ള മധുരക്കിഴങ്ങ്. അപ്പം എന്തേ നമ്മൾ കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ള മധുരക്കിഴങ്ങിൻ്റെ ഉൾവശം കുറച്ച് വെളുത്തിട്ടാണ്. അതേപോലെ തന്നെ പർപ്പിൾ മധുരക്കിഴങ്ങിൻ്റെ ഉൾവശം കുറച്ചൊരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഓറഞ്ച് മധുരക്കിഴങ്ങിൻ്റെ ഉൾവശം നല്ലൊരു ഓറഞ്ച് നിറത്തിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം നമുക്ക് അതിനകത്തിൽ കിഴങ്ങായിട്ടില്ല. ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വെള്ള മധുരക്കിഴങ്ങിന് അധികം മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. പർപ്പിളിന് പക്ഷെ അങ്ങനല്ല, ഭയങ്കര സ്വീറ്റാണ്. അപ്പം എനിക്ക് ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ളത് ഇഷ്ടമില്ല. ഈ ഒരു വെള്ള മധുരക്കിഴങ്ങിന് നമ്മുടെ കപ്പയില്ലേ, കപ്പേൻ്റെയൊക്കെ ഒരു മധുരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുണ്ട്. ഈ മധുരക്കിഴങ്ങിൽ മഗ്നീഷ്യവും പൊട്ടാസ്യവും ബീറ്റാ കരോട്ടിനും ഉൾപ്പെടെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പം പുഴുക്കിൻ്റെ കൂടെ കൂട്ടാനായിട്ട് കുറച്ച് കാന്താരി ചമ്മന്തി കൂടി ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നീലക്കാന്താരി പറിക്കണം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് നാടൻ കാന്താരിനെക്കാട്ടിലും കുറച്ചുകൂടി എരിവ് കുറവായിരിക്കും, പക്ഷെ നന്നായിട്ട് എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ പറിച്ചിട്ട് നമുക്ക് ചമ്മന്തി കൂടി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീരാ കൃഷ്ണൻ.